ഹീറോന്റെ തന്നെ ഒരു ടോപ്പ് ആൻഡ് ക്രൂയിസർ മോട്ടോർ സൈക്കിൾ ആണ്. വേണമെങ്കിൽ ഹീറോന്റെ ഫ്ലാഗ്ഷിപ്പ് മോഡലായ മാർവിക് 440 എന്ന് പറയാം. ഹീറോ പ്രതീക്ഷിച്ച അത്ര സെയിൽ മാർവിക്കിന് നിലനിർത്താൻ സാധിച്ചില്ല. ആ മോട്ടോർ സൈക്കിളിന്റെ ബിൽഡ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാണ്ടായിരുന്നു. ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ഒരിക്കലും ആ മോട്ടോർ സൈക്കിളിന് ലഭിച്ചിരുന്നില്ല. അപ്പൊ മാർവിക്കിന്റെ വിൽപ്പന കുറഞ്ഞതോടെ മാർവിക്ക് ഡിസ്കന്യൂഡ് ആക്കിയിട്ടുണ്ട്. നിർത്തിയത് പുതിയ അപ്ഡേറ്റഡ് വേരിയന്റ് കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. പുതിയ വരാൻ പോകുന്ന മാർവിക്കിന്റെ സ്പെസിഫിക്കേഷൻ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയ മാർവിക്കിൽ ഗോൾഡൻ ആയ USD ഫോർക്കാണ് കമ്പനി നൽകാൻ പോകുന്നത്. ബേസിക്കലി ഈ മോട്ടോർ സൈക്കിൾ ഹാർലി ഡേവിഡ്സൺ X440 ബേസ് ചെയ്തുള്ള ഒരു മോഡലാണ്. ആൾറെഡി X440 USD ഫോർക്ക് ഉണ്ട്. അപ്പൊ പിന്നെ മാർവിക്കിൽ അത് ഒഴിവാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഹീറോന്റെ തന്നെ എക്സ്ട്രീം 160 ആറിലും 125 ആറിലും USD ഫോർക്ക് ഉണ്ട്. പിന്നെ മാർവിക്കിൽ എന്തുകൊണ്ട് നൽകിയില്ല? കാര്യം ആൾക്കാർക്ക് ഈഗോടിക്കില്ല. ഒരു 125cc മോട്ടോർ സൈക്കിൾ USD ഫോർക്ക് നൽകാമെങ്കിൽ എന്തുകൊണ്ട് 440cc USD ഫോർക്ക് നൽകിക്കൂടാ? എന്തായാലും 2025 മാർവിക്കിന്റെ അപ്ഡേഷനിൽ USD ഫോർക്ക് ഹീറോ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ പുതിയ അപ്ഡേഷനിൽ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിൻ കവർ ആയിരിക്കും കമ്പനി നൽകാൻ പോകുന്നത്. നിലവിലുള്ള TFT ഡിസ്പ്ലേ മാറ്റിയിട്ട് LCD TFT ഡിസ്പ്ലേ കളർ ഡിസ്പ്ലേ നൽകുന്നതായിരിക്കും. പുതിയ എക്സ്പൾസിൽ വന്ന സെയിം ഡിസ്പ്ലേ തന്നെ നൽകാനും സാധ്യതയുണ്ട്. ആൾറെഡി 2024 ഐക്മ ഓട്ടോ ഷോയിൽ ഈ മോട്ടോർ സൈക്കിൾ പ്രദർശിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തമായ ഒരു ധാരണയില്ല. മേ ബി ചിലപ്പോൾ ബാക്കിൽ ഗ്യാസ് ചാർജർ സസ്പെൻഷനും നൽകിയേക്കാം. ഈ മാറ്റങ്ങളോട് ഈ മോട്ടോർ സൈക്കിൾ തിരിച്ചു വരുമ്പോൾ ബെറ്റർ സെയിൽ ഇതിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഹീറോന്റെ കാര്യമല്ലോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഗ്ലാമറിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഞാൻ പറയാം.